ഡീലാരോപണം ഉൾപ്പെടെ വികസനത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള പ്രതിപക്ഷ കെണിയാണെന്ന് സിപിഐഎം നേതാവ് എം സ്വരാജ് 24നോട്. ഏറ്റവും വലിയ സംവാദവേദിയായ നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടിയെന്നും എം സ്വരാജ്. ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ RSS അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും എം സ്വരാജ് ആരോപിച്ചു. അത് RSSന്റെ താൽപര്യപ്രകാരം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണത്. വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക, 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കുക, അതിന് ഓരോ വിവാദം ഉണ്ടാക്കുകയാണ്. ആദ്യം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഡീല് ഫലിക്കുന്നില്ല, ജനങ്ങൾ തള്ളി എന്ന് കണ്ടപ്പോഴാണ് അടുത്ത വിവാദവുമായിട്ട് വരുന്നത്, അടുത്ത ഡീലുമായിട്ട് വരുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നോളമുള്ളതിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്തത് ഈ നിയമസഭയാണ്. അത് സംബന്ധിച്ചെല്ലാം നല്ല സംവാദങ്ങൾ നടന്നു. പക്ഷേ ഈ ഒടുവിലത്തെ നിയമസഭാ സമ്മേളനത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല. ഒരു വിഷയത്തിലും ചർച്ചയ്ക്കോ സംവാദത്തിനോ തയ്യാറായില്ല. സമ്പൂർണ്ണമായി ഒളിച്ചോടി, സഭ ബഹിഷ്കരിച്ചു. നേർക്കുനേരെയുള്ള മുഖാമുഖ സംവാദത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ വേദിയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഭീരുക്കളാണ് കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ വലതുപക്ഷം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.